തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ മാരായമുട്ടം സ്വദേശി എൻ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പിലെ കനാലിൽ മൃതദേഹം പൊങ്ങുകയായിരുന്നു. കാണാതായി 47 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. സലിം മാലിക്, ഷഫീദ് റാവുത്തർ എന്നിവർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സലിം മാലിക്കിലേക്ക്. സലിം, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ശുചീകരണ തൊഴിലാളികൾ പറയുന്നത്? അവിടെയുള്ള നാട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞത്? വേണു, ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ജോയിയുടെ മൃതദേഹം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നത്. അതായത് നഗരസഭ തന്നെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ ശുചീകരണ തൊഴിലാളികളെ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ അതിലെ ഒരു ടീമാണ്, 4-അംഗ ടീം ഇവിടെ എത്തിയപ്പോഴാണ് ഈ സ്ഥലത്ത് വെച്ച് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഉടൻ തന്നെ അവർ ആ ടീമിന് വിവരമറിയിച്ചു. ഇവിടെ നഗരസഭാ കൌൺസിലറെ വിവരമറിയിച്ചു. നഗരസഭാ കൌൺസിലർ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ടീമിന് വിവരമറിയിച്ചു. അതിന് പിന്നാലെ ഫയർഫോഴ്സ് സംഘം എത്തി. ഇവിടെ നിന്നും ജോയിയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് മാറ്റിയത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സാങ്കേതികതയുടെ പേരിൽ അത് ആ മൃതദേഹം തിരിച്ചറിയുന്ന നടപടിക്രമമുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് നടപടികളുമൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ 48 മണിക്കൂർ നടത്തിയ തിരച്ചിൽ അത് ജോയിയെ ജീവനോടുകൂടി തിരിച്ചെത്തിക്കാനുള്ള ഒരു രക്ഷാദൌത്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അങ്ങനെ നടക്കാത്തതിലുള്ള സങ്കടമുണ്ട്. അപ്പോഴും ഈ ഫയർഫോഴ്സ് സംഘങ്ങൾ ഉൾപ്പെടെ നടത്തിയ ചരിത്രപരമായ ഒരു രക്ഷാദൌത്യം, അത് അവർക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു രക്ഷാദൌത്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയം കൂടി ഇനിയെങ്കിലും നമ്മൾ പറയണം. കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിനുള്ള മണിക്കൂറുകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോയിയുടെ തിരച്ചിലിനൊപ്പമായിരുന്നു മാധ്യമങ്ങളെങ്കിലും ഇനിയെങ്കിലും ഇതിലെ രാഷ്ട്രീയവും കൂടി പറയണം. കാരണം ഈ മണിക്കൂറുകളിൽ ഈ ജോയിയെ കാണാതായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തുടങ്ങുകയായിരുന്നു, രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ തുടങ്ങുകയായിരുന്നു റെയിൽവേയും നഗരസഭയും തമ്മിലുള്ള പോര്. ഇത് ഞങ്ങളുടെ ഭൂമിയല്ലെന്നും ഇതിന്റെ ഉത്തരവാദി ഞങ്ങളല്ലെന്നും പരസ്പരം പഴിചാരിയ രണ്ടു കൂട്ടരും അവർ നഗരസഭ അപ്പോൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേയുടെ ഭൂമിയിലാണ് ഈ മാലിന്യം അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, റെയിൽവേ അതിൽ വലിയ പിഴവ് റെയിൽവേക്ക് വന്നിട്ടുണ്ട്. റെയിൽവേക്ക് അതിഗുരുതരമായ നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ റെയിൽവേ അവിടെ നിന്ന് മാറുന്നതും അത് നഗരസഭയുടെ തലയിൽ കൊണ്ടിരുന്നതും ഒക്കെ കണ്ടതാണ്. അതിനുശേഷം റെയിൽവേയുടെ അനാസ്ഥ, അത് ടോയ്ലറ്റ് വേസ്റ്റ് ഉൾപ്പെടെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് പോകുന്നത് അത്രയും നമ്മൾ കണ്ടതാണ്. അത്രയും മോശപ്പെട്ട മലിനജലത്തിലാണ് ഈ മനുഷ്യർ, ഈ ഫയർഫോഴ്സിന്റെയും സ്ക്യൂബ ടീമിന്റെയും മനുഷ്യർ ഇറങ്ങി നിന്ന് ഈ രക്ഷാപ്രവർത്തനം ക്രോഡീകരിച്ചത് എന്നതൊക്കെ നമ്മൾ ഓർക്കണം. ഇത് നോക്കൂ, അതിനുശേഷം ഈ ജോയി പൊങ്ങിയ സ്ഥലമാണ്, ജോയിയുടെ മൃതദേഹം പൊങ്ങിയ സ്ഥലമാണ് തകരപ്പറമ്പിലെ, അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ള തകരപ്പറമ്പിലെ സ്ഥലം. ഇത് റെയിൽവേയുടേതല്ല, ഇത് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇതിൽ നഗരസഭ നിയന്ത്രണത്തിലുള്ള ആ സ്ഥലത്തും മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നഗരസഭയ്ക്ക് ഒരു നിലയിലും കൈ കഴുകാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. കാര്യം ഇത്രയധികം മാലിന്യം, ഇവിടെ മനുഷ്യവാസമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നും നമുക്ക് തൊട്ടപ്പുറത്തേക്ക് വെച്ചാൽ ഇവിടെ ഓരോ മനുഷ്യരും താമസിക്കുന്ന വീടുകളാണുള്ളത്. ആ വീടുകൾ അതിന്റെ തൊട്ടപ്പുറത്ത്, ഇത് ഒരു വീടും വളരെ ചെറിയ റോഡുമാണ് ഇവിടെ ഉള്ളത്. അത്രയും സ്ഥലത്ത് ഇവർ ഈ അഴുക്കിനിടയിലാണ് ജീവിക്കുന്നത്. അതിൽ ഇവിടത്തുകാർ ഇവിടെ വേസ്റ്റ് ഇടുന്നുണ്ടോ, അതല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ട് ഇടുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള പലവിധ ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇതിൽ സ്വാഭാവികമായും വലിയ ഉത്തരവാദിത്തം ഈ നഗരസഭയ്ക്കുണ്ട്. അവരത് കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആമയിഴഞ്ചാൻ തോട് നവീകരണത്തിന് കോടികളാണ്, 40-ലധികം കോടികളാണ് പല കാലങ്ങളിലായി അനുവദിച്ചിട്ടുള്ളത്. അതൊക്കെ എവിടേക്ക് പോയി? ഇത്രയധികം കോടികൾ പോയിട്ടും എവിടേക്ക് പോയി എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. മാത്രമല്ല, ഇത് മതിയായ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലാതെയായിരുന്നു ഒരു പാവം തൊഴിലാളിയെ ഇതിലേക്ക് ശുചീകരണത്തിന് ഇറക്കിവിട്ടത്. ഒടുവിൽ അയാളെ കൊലയ്ക്ക് കൊടുത്തത്, ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാണ് ഈ സിസ്റ്റം എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. മാത്രമല്ല, അതിനുശേഷം മാധ്യമങ്ങളൊക്കെ വാർത്തയാവുകയും വലിയ നിലയിൽ സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം കണ്ടപ്പോൾ സർവ്വസാധ്യമായി ഈ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയുന്നതൊക്കെയും നീക്കം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് അങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും, ഒരു മനുഷ്യന്റെ ജീവൻ പണയം വെച്ചല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളോടെ, മതിയായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, അതല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയും. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് ഇനിയെങ്കിലും കണ്ണു തുറക്കണം. നഗരസഭയും റെയിൽവേയും ഒക്കെ കണ്ണു തുറക്കണം. ഈ മാലിന്യം മാറ്റണം. അത് ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടുകൂടാ. ഈ മാലിന്യത്തിന്റെ അല്ലെങ്കിൽ ഈ മനുഷ്യ വിസർജനം ഉൾപ്പെടെയുള്ള വൃത്തികേടുകൾ സകലതുമുള്ള അതിന്റെ രക്തസാക്ഷിയാണ് ജോയി. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആ മനുഷ്യനോടെങ്കിലും നീതി കാണിച്ച്, അദ്ദേഹം ജീവൻ നഷ്ടപ്പെടുത്തിയത് ഇതിലെ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. അങ്ങനെ
അങ്ങനെ ഒരു മനുഷ്യൻ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടെങ്കിലും ഇനിയെങ്കിലും നഗരസഭയും റെയിൽവേയും അടക്കമുള്ള സർവ്വസന്നാഹങ്ങളും ഇത് വൃത്തിയാക്കാൻ ഇറങ്ങണം. മാത്രമല്ല അതിൽ നഗരസഭയെയോ റെയിൽവേയോ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഞാനോ നമ്മളിൽ ഈ വാർത്ത കേൾക്കുന്ന ആരെങ്കിലുമോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരാളോ എങ്കിലും ഒരു കുപ്പിയെങ്കിലും കൊണ്ട് ഇതിനകത്തിട്ടിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക. മാലിന്യം തോട്ടിലേക്ക് എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക. ജോയിയുടെ മരണത്തിൽ നിങ്ങളും ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം, അതൊരു 48 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി പോയി എന്നുള്ളത്, ആ ജോയിയെ കിട്ടുന്നതിനപ്പുറത്തേക്ക് വിഫലമായി പോയി എന്നുള്ളത് സങ്കടകരമാണ്. പ്രത്യേകിച്ചും ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ ഈ ഒരു സമയത്ത് രാഷ്ട്രീയം നടക്കുമ്പോൾ തന്നെ ഫയർഫോഴ്സ്, കേരള ഫയർഫോഴ്സ് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെ ഈ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്. NDRF ഉണ്ടായിരുന്നു, നാവികസേന ഉണ്ടായിരുന്നു. നാവികസേന ഇന്ന് തിരച്ചിൽ തുടങ്ങിയതേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ ഇത്രയധികം മലിനജലത്തിൽ നമുക്ക് തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അസഹനീയമാം വിധം ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലത്ത് ഒന്ന് കാല് നനയ്ക്കാൻ പോലും, അതല്ലെങ്കിൽ കാലിൽ ഇവിടെ നിന്നുള്ള ഒരു വെള്ളം പറ്റിയാൽ പോലും അങ്ങേയറ്റം അറപ്പ് നമുക്ക് പോലും തോന്നുന്ന ഈ വെള്ളത്തിൽ, ഈ ടോയ്ലറ്റിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം അല്ലെങ്കിൽ മാലിന്യം ഇതിലേക്ക് ഡയറക്റ്റ് വന്ന് വീഴുന്ന സ്ഥലത്ത് പോലും ഒരു മടിയുമില്ലാതെ ഒരു മനുഷ്യജീവന് വേണ്ടി പൊരുതിയത്, പോരാടിയത്, രക്ഷാപ്രവർത്തനം നടത്തിയത് അതിൽ ഒന്നാമത് കേരള ഫയർഫോഴ്സ് ആണ്. കേരള ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ടീമാണ്. അതുകൊണ്ട് തന്നെ കേരള ഫയർഫോഴ്സിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഈ രക്ഷാപ്രവർത്തനം. അത് ജീവനോടെ ജോയിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതൊഴിച്ചാൽ കേരള ഫയർഫോഴ്സിന്റെ ചരിത്രത്തിൽ ഈ രക്ഷാപ്രവർത്തനം രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിരുന്നാലും നമുക്ക് സങ്കടമുള്ളത് ജോയിയെ ജീവനോടെ രക്ഷിക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ചും ആ അമ്മയുടെ കണ്ണുനീരിനൊക്കെ നമ്മൾ ഇനി എങ്ങനെ മറുപടി പറയും എന്നതുൾപ്പെടെയുള്ള പല ചോദ്യങ്ങളും നിലവിലുണ്ട്. നിലവിൽ ഈ സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 43 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട നവീകരണത്തിന് വേണ്ടി മാത്രം അനുവദിച്ചിട്ടുള്ളത്. ആ തുക മുഴുവൻ ചിലവഴിച്ചോ എന്ന് ചോദിച്ചാൽ ഈ പ്രദേശം, നമ്മൾ നിൽക്കുന്ന തകരപ്പറമ്പ് പ്രദേശത്ത് മാത്രം കണ്ടാൽ ചിലവഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പോഴും നഗരസഭ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അതായത് ഈ ഭാഗത്ത് നിന്നും ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഇത്രയും ഭാഗത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്, അത് ഈ മാലിന്യം അടിഞ്ഞുകൂടാൻ വേണ്ടി കെട്ടി നിർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴും അതിനൊരു മറുചോദ്യമുണ്ട്. അങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മനുഷ്യവാസമുള്ള വീടുകളാണ് ഇവിടെ. എത്ര ദിവസമായി കെട്ടി നിർത്തിയിട്ട്? അതല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പിന്നീട് ഇതിവിടെ നിന്ന് വാരിക്കൊണ്ട് പൊയ്ക്കൂടാ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ ഈ നിലയിൽ കുരുതി കൊടുത്തിട്ട് അതല്ലെങ്കിൽ രോഗങ്ങളിലേക്ക് തള്ളിവിട്ടിട്ട് വേണോ ഈ രക്ഷാപ്രവർത്തനം എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയുമാണ്. എന്തായാലും നാട്ടുകാർക്കുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉണ്ട്. ചേട്ടാ ഇവിടുത്തെ നാട്ടുകാരനാണ്. മാലിന്യമൊക്കെ കണ്ടിട്ടുണ്ട്? കാണാമെന്ന് അറിഞ്ഞൂടാ. അല്ല, ഈ മാലിന്യം കണ്ടിട്ടുണ്ട്? മാലിന്യം നീക്കേണ്ടതാണ്. ഇത് ഞാനിവിടെ നിന്നാ പറഞ്ഞത്, ഫിഷർമാൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പ്ലാസ്റ്റിക് ഇതിൽ നിന്ന് മാറ്റം ചെയ്ത് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു. പക്ഷെ അത് അവരെ സമയത്ത് മാറ്റാത്തതുകൊണ്ടാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നതെന്ന് അറിഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞറിഞ്ഞതാണ്. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണു. അതായത് ഇവിടെ കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം അങ്ങനെയാണ്, അതൊരു കമ്പനി എന്ന നിലയിലല്ല, അതിനപ്പുറത്തേക്ക്. ശരി, സലിമാലിക്കിലേക്ക് വരാം. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് MG പ്രതീക്ഷയും ചേരുന്നുണ്ട്. പ്രതീക്ഷ, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? വേണു, നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത രക്ഷാദൌത്യമായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂർ ഇവിടെ നടന്നത്. ഈ അപകടം നടന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ച, അതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഫയർഫോഴ്സ് അംഗങ്ങൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈ സ്കൂബ ടീം അംഗങ്ങൾ, ഇവരുടെ ഒരു പരിശ്രമത്തിന്റെ ഒരു വല്ലാത്ത ഒരു ഉദാഹരണം കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കാരണം അത്രത്തോളം കഠിനമായിരുന്നു ഈ രക്ഷാദൌത്യം. പല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടായിരുന്നു അത്രത്തോളം ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുമ്പോൾ ഈ ടണലിന്റെ ഒരു അകത്തേക്ക് ഒരല്പം പോലും, അതായത് ഒരു 5 മീറ്റർ പോലും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ പ്രതികൂല ഘടകങ്ങളെയൊക്കെ തന്നെ പരമാവധി അവർ മാറ്റിക്കൊണ്ടാണ് പിന്നീട് രക്ഷാപ്രവർത്തനം തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഈ സ്കൂബ ടീം അംഗങ്ങളെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവർ ഈ രക്ഷാദൌത്യത്തിൽ എടുത്ത എഫേർട്ട് നമുക്ക് അറിയാം. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉൾപ്പെടെ നമ്മൾ ഇക്കാര്യം കണ്ടതാണ്. കാരണം അത്രത്തോളം സങ്കീർണമായ ഒരു രക്ഷാദൌത്യമായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എത്രത്തോളം അഭിനന്ദിച്ചാൽ പോലും മനസ്സിലാകില്ല. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ വെല്ലുവിളികൾ, അത് ഈ മാലിന്യ കൂമ്പാരമായിരുന്നു. കാരണം ഈ ടണലിൽ അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം കാരണം ഇവർക്ക് കൃത്യമായ രക്ഷാദൌത്യം പോലും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുൾപ്പെടെ അവഗണിച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടായിരുന്നു ഈ സ്കൂബ ടീം അംഗങ്ങൾ ഈ രക്ഷാദൌത്യം നടത്തിയത്.
ഒപ്പം അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി നേവി സംഘങ്ങൾ എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ജോയിയെ, അതായത് വൈകിയെങ്കിലും 48 മണിക്കൂറിന് ശേഷമെങ്കിലും ജോയിയെ കിട്ടിയതിൽ ഒരു ഇതുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് ആ ഒരു ദുഃഖം മനസ്സിലുണ്ട്. കാരണം ജീവനോടെ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ, അതായത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ പലതരത്തിലൊരു പ്രതിസന്ധികൾ, കാരണം ഏകോപനമില്ലായ്മ വലിയ വിമർശന വിധേയമായ ഒരു വിഷയം കൂടിയായിരുന്നു. നഗരസഭ ഒപ്പം റെയിൽവേ ഒക്കെ പരസ്പരം പഴിചാരുന്ന ഘട്ടത്തിൽ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ രക്ഷാപ്രവർത്തനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഈ ഫയർഫോഴ്സ് സംഘം ചെയ്തത്. അതിന്റെ കൂടി ഒരു ഫലം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ട് കൂടി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഈ മാലിന്യ പ്രശ്നം വളരെ ഗുരുതരമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ടാണ് ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാ ടീമംഗങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അഭിനന്ദിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാമെന്ന് തോന്നുന്നു. ഐഡന്റിഫൈ ചെയ്തില്ല. രക്ഷാദൌത്യത്തെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാറായിട്ടില്ല. ക്ലിയർ ചെയ്തിട്ട് പറയാം. ബോഡി ഐഡന്റിഫൈ ചെയ്യാത്തതുകൊണ്ട് അതെ അതെ ചെയ്തതിനു ശേഷം പറയാം നമ്മൾ പറയാം എന്താണെന്ന് നോക്കട്ടെ. ഏതായാലും ഒരു ബോഡി കിട്ടി, അത് ഐഡന്റിഫൈ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. നോക്കിയിട്ട് അതിനുശേഷം പറയാം. വേണു ഇവർ പറയുന്നത്, കാരണം അത് ഒരു സാങ്കേതികപരമായ ഒരു വശമാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ കാണാതെ പോയ ജോയിയുടെ ബോഡി തന്നെയാണ് കിട്ടിയത് എന്നുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നതാണ് പ്രധാനമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഇവിടെയാണ് ഈ ജോയി അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ശക്തമായ തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ പെയ്ത ഒരു ദിവസമാണ്. ഈ കാണുന്ന മാലിന്യങ്ങൾ, കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു മാലിന്യം ഈ അളവായിരുന്നില്ല ആമയിഴഞ്ചാൻ തോട്ടിൽ ഉണ്ടായിരുന്നത്. ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയിയും 2 അതിഥി തൊഴിലാളികളും ഈ തോട്ടിലേക്ക് ഇറങ്ങിയത്. നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. ഈ പാറക്കെട്ടിന്റെ സൈഡിൽ നിന്നൊരു തോട്ടക്കമ്പ് കൊണ്ട് ഈ മാലിന്യം കുത്തിമാറ്റുകയായിരുന്നു ജോയിയും മറ്റ് 2 അതിഥി തൊഴിലാളികളും ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഈ ജോയിയുടെ കാൽ വഴുതി ജോയി താഴേക്ക് പതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു കയറിട്ട് കൊടുത്ത് ജോയിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ഒപ്പമുണ്ടായിരുന്നവരുടെ ഭാഗത്തു നിന്ന് നടന്നെങ്കിലും അത് വിഫലമായി. പിന്നീടാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മാലിന്യത്തിന്റെ എത്രയോ ഇരട്ടിയായിരുന്നു ഈ ടണലിന്റെ മുൻഭാഗത്ത് അന്ന് ഉണ്ടായിരുന്നത്. ആ മാലിന്യം ഉൾപ്പെടെ പരമാവധി നീക്കം ചെയ്ത ശേഷമാണ് സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിന് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അപ്പോഴും ആദ്യഘട്ടത്തിൽ 10 മീറ്റർ പോലും ഫയർഫോഴ്സ് സംഘത്തിന് ഈ ടണലിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നഗരസഭ ജീവനക്കാർ ഉൾപ്പെടെ എത്തി ഒരു പരിധിവരെ ഈ മുൻഭാഗത്തെ മാലിന്യം നീക്കം ചെയ്ത ശേഷമാണ് സ്കൂബ ടീം അംഗങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ഏകദേശം 150 മീറ്ററിലധികം ഈ ടണൽ, അതായത് 117 മീറ്റർ ദൂരമുള്ള ഈ ടണലിൽ 150 മീറ്ററിലധികം ദൂരം ഇവർ കവർ ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ചെയ്യാൻ കഴിയുന്ന പല സാധ്യതകളും ഫയർഫോഴ്സ് സംഘം സ്കൂബ ടീം അംഗങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന്, ഈ ജോയി അകപ്പെട്ട ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് ഈ പ്ലാറ്റ്ഫോമിന്റെ മാൻഹോളിൽ ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പല ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴും ഈ മാലിന്യമാണ് പ്രധാനമായും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തടസ്സമായി നിന്നത്. അതിനുശേഷം എക്സിറ്റ് ടണലിൽ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ട് പരിശോധന നടത്തിയിരുന്നു. അപ്പോഴും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഈ തകരപ്പറമ്പിന് സമീപം ജോയിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ഫയർഫോഴ്സും ഒപ്പം രക്ഷാപ്രവർത്തകരും അനുമാനിക്കുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ അന്ന് വലിയ അടിയൊഴുക്കുണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ജോയി ഈ ടണൽ കഴിഞ്ഞ്, അതായത് മൃതദേഹം ടണൽ കഴിഞ്ഞ് പോയിരിക്കാം എന്നതാണ് ഇവർ അനുമാനിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ടണലിന്റെ പല ഭാഗത്തും സാധ്യമാകുന്ന പലയിടങ്ങളിലും പരിശോധന നടത്തുമ്പോഴും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ മൃതദേഹം താഴേക്ക് പോയിരിക്കാമെന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷഫീദ് റാവുത്തറും ചേരുന്നു. ഷഫീദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഷഫീദ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാകാനുള്ളത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ?
ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന മൃതദേഹം അത് ജോയിയുടേതാണ് എന്ന് ഉറപ്പിക്കാനുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മേയറുണ്ട്, അതേപോലെ തന്നെ ജില്ലാ കളക്ടറുണ്ട്. ഇവരടക്കമുള്ള ആളുകൾ ചേരുന്നത് ജോയിയുടെ ബന്ധുക്കളെ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഈ ജോയിയുടെ ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു തിരിച്ചറിയൽ ഇതുണ്ടാകും. പിന്നാലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും വലിയ എഫോർട്ടിനൊടുവിൽ ഒരു ദുഃഖകരമായ വാർത്തയാണെങ്കിൽ കൂടി 48 മണിക്കൂർ നീണ്ട തിരച്ചിൽ അത് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ജോയിയുടേതെന്ന് എന്ന നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ അത് സംവിധാനങ്ങൾക്ക് സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അല്പസമയത്തിനുള്ളിൽ മന്ത്രി അടക്കം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതും ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടൊപ്പം ചേരുന്നത്, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഇതാദ്യമായി ആ മൃതദേഹം ആമയിഴഞ്ചൻ തോടിന്റെ ആ ഭാഗത്ത് കണ്ടെത്തിയ നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരനാണ്. ചേട്ടാ, ഇത് പ്രത്യേക ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ഇതുപോലെ ഒരു നിർദ്ദേശം ഉണ്ട്. അങ്ങനെ മഴക്കാലം ഒരു ബ്ലോക്ക് ഉണ്ടെന്നും കൂടെ നമ്മൾ HL നിർദ്ദേശം അങ്ങനെ നോക്കി വന്നപ്പോഴാണ് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കമന്ന് അപ്പോഴും ഒരു തുണിയായിരുന്നു. അപ്പോഴേ തുണി അങ്ങോട്ടൊന്ന് ഒരു മുളയിട്ട് മാറ്റി വയ്ക്കാം ഒരു ബോഡിയാണ്. അങ്ങനെ നമ്മൾ സാർ ഉദ്യോഗസ്ഥരെ അറിയിച്ച് വന്ന് ബാക്കിയെല്ലാം അറിയിച്ച ശേഷമാണ് രാവിലെ എത്ര മണിക്ക് പരിശോധന തുടങ്ങിയത്? നമ്മൾ രാവിലെ 7 മണിക്കാണ് നമ്മൾ ലൂട്ടി. അത് കഴിഞ്ഞപ്പോൾ വളരെ അടുത്തായിരുന്നു, ഈ വീടിനടുത്തുനിന്ന് വളരെ അടുത്തായിരുന്നു തോന്നുന്നില്ല, ഇങ്ങനെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ തകരപ്പറമ്പ് ഭാഗത്ത്. താരപ്പറമ്പ് ഉപ്പലമ്മട് പാലത്തിന്റെ അപ്പുറം താരപ്പറമ്പിന്റെ ഇവിടെ അവിടെ നിന്ന് താരപ്പറമ്പിൽ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ ഇപ്പുറത്ത് വരും. ഏതായാലും അദ്ദേഹമാണ് ഇത് ആദ്യമായി, അതായത് നഗരസഭയുടെ ഒരു പ്രത്യേക നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു തിരച്ചിൽ നടത്തണം, നമ്മുടെ ആ ടണലിന്റെ എക്സിറ്റ് പോകുന്ന സ്ഥലത്തേക്ക് ഒരു തിരച്ചിൽ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം അത് നഗരസഭ കൊടുത്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനാ നടപടിക്രമങ്ങൾ ഇവരും നടത്തിയത്, നഗരസഭാ ശുചീകരണ ജീവനക്കാരും നടത്തിയത്. അങ്ങനെയാണ് ഏതാണ്ട് ഈ ടണൽ ഉണ്ടായിരുന്നത്, അതായത് ജോയി വീണ ആ ടണൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്ററിനകത്ത് മാത്രമേ അത് വരികയുള്ളൂ. ആ ഭാഗത്ത് ഇപ്പോൾ ജോയിയുടെ നിന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്താൻ കഴിയും. ഏതായാലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കും. ബന്ധുക്കൾ എത്തിയാൽ ഉടൻ തന്നെ പൂർത്തിയാക്കും. നമ്മുടെ പ്രതിനിധി ജോയിയുടെ വീട്ടിൽ, മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞ് വലിയ സങ്കടത്തിലാണ് അമ്മയും 2 സഹോദരിമാരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 ദിവസമായി, 2 രാത്രിയും 2 പകലുമായി. ശരി, ഷഫീദ് റൌത്തറാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ MG പ്രതീഷ് വീണ്ടും ചേരുന്നുണ്ട്. MG പ്രതീഷിനൊപ്പം ഈ സ്കൂബ ടീം അംഗങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതീഷ്, എന്താണ് ഈ അംഗങ്ങൾ പറയുന്നത്? വേണു, ഈ രക്ഷാദൌത്യത്തിൽ ഏറ്റവും സങ്കീർണമായ ചുമതല അല്ലെങ്കിൽ ആ ദൌത്യം ഏറ്റെടുത്ത സ്കൂബ ടീം അംഗങ്ങൾ, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അംഗങ്ങളാണ് ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നത്. ഈ അതികഠിനമായ രക്ഷാദൌത്യമായിരുന്നു എന്നറിയാം. കാരണം ആ കാണുന്ന കാഴ്ചക്കാർക്കുൾപ്പെടെ അത് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ദൌത്യം? വളരെ ദുഷ്കരമായിരുന്നു. കാരണം നിങ്ങളെല്ലാം ഈ കേരള അല്ലെങ്കിൽ ലോക മലയാളികളും എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇത്രയും ഏറ്റവും അഴുക്ക് ചാലില് ഞങ്ങൾ ഇറങ്ങി ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചില്. ഇതിപ്പോ നമ്മുടെ ഒരു വലിയൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിന് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ തടസ്സങ്ങളൊന്നുമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു ചെയ്തത്. സാറായിരുന്നു ഇതിലൊരു നേതൃത്വം, സ്കൂബ ടീം അംഗങ്ങളെ ഉൾപ്പെടെ നിയന്ത്രിച്ചതാണ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കാരണം? ഇവിടെ എത്തുമ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, നമ്മൾ കരുതിയ സാധാരണ ഒരു തോടിൽ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഡൈവ് ചെയ്ത് കണ്ടുകിട്ടുക എന്നല്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് പറയുന്നത് ഇത്രയും വലിയ ഒരു ടാസ്ക്കാണത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നപ്പോഴായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഫയർ സർവീസിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഏറ്റെടുക്കുന്നത് അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് എല്ലാ സ്കൂബ ഡൈവേഴ്സും നമ്മുടെ ജീവനക്കാർ എല്ലാവരും ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. അതുതന്നെയാണ് ഇതിന്റെ പരിസമാപ്തിക്ക് കാരണമായത്. ഈ ഓരോ വിഷ്വലും കാണുമ്പോൾ ഈ കാഴ്ചക്കാരുൾപ്പെടെ പറയുന്നത്, കാരണം അതിന്റെ അടുത്തുകൂടി പോലും പോകാൻ പലപ്പോഴും ആളുകൾ അറയ്ക്കുന്ന അത്രത്തോളം ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇറങ്ങി ഇങ്ങനെ മുങ്ങിത്തപ്പി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. സ്ഥലം ഏതെന്നുള്ളതാൽ നോക്കിയിട്ടല്ല. രക്ഷ എന്താണ്, ആർക്ക് ഒരു ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കണ്ടെടുക്കുക, അത് അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. മാക്സിമം നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. നമ്മുടെ ഓഫീസേഴ്സ് അതിന് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് തരുന്നു. നിങ്ങൾ എങ്ങനെയാണോ സ്വന്തമായി പ്രവർത്തിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുക എന്ന അവരുടെ ആ നിർദ്ദേശം നമുക്ക് കിട്ടിയത് നോക്കി പ്രവർത്തനത്തിന്. വേസ്റ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതെ, വേസ്റ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം അത് നിറയെ വേസ്റ്റാണ്. ആ വേസ്റ്റിന് ഇടയിലൂടെ വേണം, മുകളിലും താഴെയും വേസ്റ്റുള്ള ഒരിടത്തൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരിക എന്നൊരവസ്ഥ ഡൈവേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണത്.
ഉള്ളിലേക്കൊക്കെ ഡൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു? ഇത്ര താഴ്ചയിൽ ഇതുവരെ, അതായത് താഴെ നിന്ന് കുറച്ച് അകലം വരെ മാത്രമേ വെള്ളമുള്ളൂ. ഒരു കേവ് ഡൈവിന്റെ ഫീലാണ്. മുകളിലെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ബെഡ്, വെയിറ്റുള്ള ഒരു ബെഡാണ് ഇരിക്കുന്നത്. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ് മൊത്തവും നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. അതിപ്പോൾ 30 മീറ്റർ ഉള്ളിലാണെങ്കിൽ ഇതെല്ലാം വന്ന് നേരെ അടിയുകയും നമ്മളെങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല, അവിടെ ഇരുന്ന് പോകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ബോഡി കിട്ടിയത് തകരപ്പറമ്പ് ഭാഗത്താണല്ലോ, അപ്പൊ അത് അങ്ങ് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ചാടിയ സമയത്ത് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു, ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്തായിരിക്കും അങ്ങോട്ട് അത് ഒഴുകി പോകാനുള്ള ചാൻസ്. മഴ ഇതിനൊരു കാരണമായിരിക്കും. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നത് കാരണം അത്രയും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒഴുകി പോകാനും സാധ്യത ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ. മാക്സിമം എല്ലാ സൈഡിലോട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു, 100%. ടണലിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 120 മീറ്ററാണ്. 120. അപ്പോൾ ആ 120-ൽ നമ്മൾ ഓരോ പ്രദേശമായിട്ട് ആദ്യത്തെ ടണലിൽ നിന്ന് അതുവരെയുള്ള ദൂരം ഒരു 60 മീറ്ററായിട്ട് കണക്ക് കൂട്ടിയിട്ട് 30 ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തു, 30 അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തു, 2 ടണലിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് 40 ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പ്രദേശം 2 ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ആണ് ആ സെർച്ച്. ഈ സ്ഥലം കംപ്ലീറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് പറ്റുന്ന ഏരിയയിലെല്ലാം സെർച്ച് ചെയ്ത് അവിടെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്. വേണു, ഈ സ്കൂബ ടീമംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഈ രക്ഷാദൌത്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ആളുകൾ ഇവർ തന്നെയാണ്. കാരണം നമ്മൾ ഓരോ ദൃശ്യങ്ങളിലും കണ്ടതാണ് ഇവർ എടുത്ത പരിശ്രമം എത്രത്തോളം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ അംഗങ്ങളും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ജോയിയെ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഇവിടെ കൂടി എത്തിയിരിക്കുന്ന ഓരോ ആളുകളും ഈ സ്കൂബ ടീമംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ എല്ലാ സംവിധാനങ്ങളെയും വകുപ്പുകളെയും ഈ നാടൊന്നടങ്കം അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വേണു, ശരി. രക്ഷാദൌത്യം എത്ര ദുഷ്കരമായിരുന്നു എന്നാണ് സ്കൂബ ടീം അംഗങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകി.